നമസ്കാരം. അനോറ ഇൻസൈറ്റ്സിൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പെൺകുട്ടികളുള്ള അമ്മമാരോടാണ്. ഈയിടെയായിട്ട് കൗൺസിലിങ്ങിന് കുറേ നാളുകളായിട്ട് തന്നെ ഒരു ടീനേജിലുള്ള പെൺകുട്ടികളെ കൊണ്ട്, ആൺകുട്ടികളും ഉണ്ട് എങ്കിലും കൂടുതലായിട്ട് പെൺകുട്ടികളെ കൊണ്ട് അമ്മമാർ കൗൺസിലിങ്ങിന് വരുമ്പോൾ അവർ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് അവർ പറയുന്നത് ഈ പെൺകുട്ടികൾക്കുള്ള ഒരു റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടാണ്, ലവ് അഫെയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരമ്മ പറഞ്ഞത് ആ പെൺകുട്ടിക്ക് നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയ സമയത്ത് കുട്ടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു, അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അപ്പോൾ വീണ്ടും ഒരു റിലേഷൻ ഉണ്ടായി, അത് ബ്രേക്കപ്പായി. അപ്പോൾ ഇവർക്ക് പേടിയായി. അപ്പം പക്ഷേ ആ ബ്രേക്കപ്പിൽ ഉണ്ടായിരുന്ന ആ വ്യക്തി തന്നെ ഈ കുട്ടിക്ക് വേറൊരാളെ സജസ്റ്റ് ചെയ്ത് കൊടുത്തു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള പെൺകുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, എന്താ മാഡം ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ടെൻഷനായിട്ട് വയ്യ. അപ്പോൾ കുട്ടി പറയുന്നത് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ കുട്ടി സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞ് പേരൻസിനെ ത്രെറ്റൻ ചെയ്യുകയാണ്. വേറൊരു കേസിൽ ഒരു ചെറിയ കുട്ടിയാണ്, നമുക്കറിയാം ടീനേജ് ഒരു 9 വയസ്സ് തൊട്ട് ഒരു 10-20 വയസ്സിൽ കൂടുതൽ വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികളെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ചെറിയ കുട്ടി സെഷനിൽ ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്തിനാണ് മോള് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എന്നെ ആർക്കും ഇഷ്ടമല്ല, എനിക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഇല്ല, ക്ലാസ്സിൽ എല്ലാവർക്കും ലൈനുണ്ട് എന്നൊക്കെയാണ് കുട്ടിയുടെ ഒരു പക്ഷം. ഇതെന്താണ്? ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ റീസൺ മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വേറെ ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ നമുക്കറിയാം, പക്ഷെ അതിൻ്റെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണെന്ന് മാത്രമാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഒന്നാമതായിട്ട് നമുക്കറിയാം ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറയുന്നത് നമ്മുടെ എറിക്സൺ പറഞ്ഞ ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് ഉണ്ട്. എറിക്സൺ പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്ന സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് എടുക്കാൻ ഭയങ്കര താല്പര്യം, പരീക്ഷണങ്ങളിലേക്ക് പോകാൻ താല്പര്യമാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ഈ കുട്ടി തുടങ്ങുന്നത്. അപ്പോഴായിരിക്കും ഒരു ബ്രേക്കപ്പോ ഒരു അബ്യൂസോ അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷനിലൊക്കെ ചെന്ന് പെടുന്നത്. അപ്പോൾ എന്ത് പറ്റും, അതിൻ്റെ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ പെയിൻ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിന് പകരം അടുത്തൊരു റിലേഷനിലേക്ക് പോകും. അങ്ങനെയാണ് കുട്ടികൾ മൾട്ടിപ്പിൾ റിലേഷനിൽ പോകുന്നത്. പക്ഷെ പേരൻസ് പറയുന്ന, അവൾക്ക് ഞങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾക്ക് സെക്സിനോട് ഭയങ്കര താല്പര്യമാണ്, ഇങ്ങനെയൊക്കെയാണ് അമ്മമാർ ഷെയർ ചെയ്യാറുള്ളത്. പക്ഷെ അതെപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും. പിന്നെ ഞാൻ എൻ്റെ നേരത്തെയുള്ള ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ പറഞ്ഞിരുന്നത് പോലെ ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കാര്യമാണ്. ഇവരുടെ ഇമോഷണൽ ബ്രെയിനാണ് കൂടുതൽ ആക്റ്റീവ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അമിഗ്ഡാല ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഇമോഷണലായിട്ട് മാത്രമേ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ലോജിക് ഇല്ലാത്ത, നമ്മൾ നോക്കുമ്പം ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും കുട്ടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും തെറ്റായി പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. പിന്നെയുള്ള ഒരു കാരണമെന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള ചില ഇമോഷണലായിട്ടുള്ള വൂൺസ് ആണ്, മുറിവുകളുണ്ട്. ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ആ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലവ് ടാങ്ക് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ലവ് ടാങ്ക് എംപ്റ്റി ആയിരിക്കും. അപ്പോൾ അത് ലവ് ടാങ്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എവിടുന്നാണോ സ്നേഹം കിട്ടുന്നത്, അത് ഫേക്ക് ആണെങ്കിൽ പോലും കുട്ടികൾ അതിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പിന്നീടുള്ള ഒരു കാര്യമാണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. അതിനകത്തിൽ പറയുന്നത് ആങ്ഷ്യസ് അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലാണ് കുട്ടി വളർന്നു വന്നതെങ്കിൽ ആ കുട്ടിക്ക് ശരിയായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അറിയില്ല, കറക്റ്റ് പേഴ്സണെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയില്ല. ആരെങ്കിലും കാണിക്കുന്ന തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാനും അതിൽ ക്ലിങ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വഭാവമായിരിക്കും കുട്ടി കാണിക്കുന്നത്. ആ ഒരു പാറ്റേണിലായിരിക്കും ഇവർ പോവുക എന്നുള്ളത്. പിന്നീടുള്ള റീസൺ ഇവർ പറയുന്നത്, അതായത് ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ്, ആ ചേട്ടൻ മാത്രമാണ് എന്നോട് മരുന്ന് കഴിച്ചോ, പനി വരുമ്പം മരുന്ന് കഴിച്ചോ, ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. എൻ്റെ അമ്മ പോലും എന്നോട് ചോദിക്കാറില്ല. അതാണ് ഒരു പേരൻ്റൽ ഗ്യാപ്പ്, എവിടെയോ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു പേരൻസ് തമ്മിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഒരു പേരൻറ്റിൻ്റെ എന്തെങ്കിലും അബ്യൂസ് മീൻസ് അഡിക്ഷൻ,
അങ്ങനെയൊക്കെയുള്ള ആകുമ്പം മറ്റേ പേരൻ്റ് എപ്പോഴും ഒരു പ്രഷറിലോ ഒരു സ്ട്രെസ്സിലോ ആയിരിക്കും. അപ്പോൾ ഒരു പ്രോപ്പർ പേരൻറ്റിങ് കൊടുക്കാനായിട്ട് കുട്ടിക്ക് പറ്റില്ല. ക്വാളിറ്റി ടൈം, പേരൻസുമായിട്ടൊരു ക്വാളിറ്റി ടൈം കുട്ടിക്ക് കിട്ടാതിരിക്കുക. സിബ്ലിംഗ് റൈവൽറി ഒരു വലിയ പ്രശ്നമാണ്. അച്ഛനും അമ്മയ്ക്കും ചേച്ചിയാണ് ഇഷ്ടം, ചേട്ടനെയാണ് ഇഷ്ടം, അനിയനെയാണ് ഇഷ്ടം, അനിയത്തിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ കുട്ടികൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു വാലിഡേഷൻ കിട്ടുക, ഞാനെന്ന വ്യക്തിയുണ്ട്, ഞാൻ നല്ലതാണ്. പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കോർ ബിലീഫ്സ്, എനിക്ക് എന്നെ പറ്റിയുള്ള വിശ്വാസം. അത് ചില കുട്ടികൾക്ക് നെഗറ്റീവാണ്. എന്നെ ആരും സ്നേഹിക്കില്ല, ഞാൻ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ നല്ലതല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൺലൈൻ പ്രിഡേറ്റേഴ്സ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. അവരിങ്ങനെയുള്ള കുട്ടികളെ വൾണറബിൾ ആയിട്ടുള്ള പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് വാലിഡേഷൻ കൊടുക്കും. അപ്പോൾ ആ കുട്ടികൾ അതിലേക്ക് വീണു പോകുന്നു. അപ്പോൾ ഇതിനെന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പേരൻസും കുട്ടികളും കൂടി ചേർന്നിരുന്നിട്ട് തന്നെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാനുള്ള ഒരു സാഹചര്യം കുട്ടികൾക്ക് വീട്ടിൽ കൊടുക്കണം. പ്രത്യേകിച്ചും അമ്മമാർ. അച്ഛന്മാർക്കും ഇതിനകത്തിൽ നല്ല റോളുണ്ട്. പല അച്ഛന്മാരും ആ ഒരു റോള് എടുക്കുന്നില്ല എന്നാണ് അമ്മമാർ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. ആ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുക, എങ്ങനെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, ഡിജിറ്റൽ ഒരു ഡിസിപ്ലിൻ എങ്ങനെയാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ആയാലും അങ്ങനെയുള്ള ആപ്പുകളിൽ കൂടിയാണ് കൂടുതലും കുട്ടികൾ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഡിസിപ്ലിൻ കൊണ്ടുവരിക, ഇന്ന സമയം വരെ ഉപയോഗിക്കുക, ബെഡ്റൂമിനകത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കുക, ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വെച്ചിട്ട് ഇത് ഉപയോഗിക്കാനുള്ള സൗകര്യം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ കുട്ടിയെ കുറ്റപ്പെടുത്തുക, വഴക്ക് പറയുക, അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നതിന് പകരം കുട്ടിയെ വാലിഡേറ്റ് ചെയ്യുക, സംസാരിക്കുക ഓപ്പണായിട്ട്, എന്താണ് നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ സംസാരിക്കാം. ഇനി പറ്റുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഇമോഷണൽ വൂൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ്, അതിനൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിങ്ങും ഒരു ഹീലിങ്ങും എടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. താങ്ക് യു. മീറ്റ് യു അഗെയിൻ വിത്ത് അനദർ എപ്പിസോഡ്.